നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുടയിൽ 10 വയസ്സുകാരനെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. കുതിച്ചുയർന്ന് പാചകവാതക വില. ഗാർഹിക സിലിണ്ടറിന് 60 രൂപ കൂടി. കോടാലി മുരിക്കിങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം വർണ്ണാഭമായി. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ജോയിന്റ് കൗൺസിൽ ജില്ലാ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. തുടർച്ചയായ ഇടിവിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധന. ഗ്രാമിന് 15,000 രൂപയായി. വിശദമായ വാർത്തകളിലേക്ക്. അതിരപ്പള്ളിയിലെ വനപാതയിൽ ഭീതി വിറച്ച് വീണ്ടും കാട്ടാനിറങ്ങി. മലക്കപ്പാറ റോഡിൽ പുളിയലപ്പാറയ്ക്കും വാച്ചുമരത്തിനുമിടയിലുള്ള ചൂഴിമേടിയിൽ കഴിഞ്ഞ ദിവസമാണ് മഞ്ഞക്കൊമ്പൻ സഞ്ചാരികളുടെ കാർ തടഞ്ഞത്. ആനയെ കണ്ടു ഭയന്ന യാത്രക്കാർ വാഹനം പെട്ടെന്ന് പിന്നോട്ടെടുത്തതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ആന ഇപ്പോൾ മതപ്പാടിലാണെന്നും അതുകൊണ്ട് തന്നെ സ്വഭാവത്തിൽ വൻ മാറ്റമുണ്ടാകുമെന്നും വനം വകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. സാധാരണയായി മതപ്പാട് സമയത്ത് വാഴച്ചാൽ, ആനക്കയം ഭാഗങ്ങളിലാണ് ഈ കൊമ്പനെ കാണാറുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് വാച്ചുമരം ഉന്നതിയിലെ ഊരുമൂപ്പൻ്റെ ഭാര്യയെയും അതിരപ്പള്ളി കണ്ണംകുഴി ഭാഗത്ത് ഒരു കുട്ടിയെയും കൊലപ്പെടുത്തിയത് ഇതേ കൊമ്പനായിരുന്നു. അന്നും മതപ്പാട് കാലത്തായിരുന്നു ഈ ആക്രമണങ്ങൾ നടന്നത്. ഇരിങ്ങാലക്കുട കരുപ്പടന്നയിൽ 10 വയസ്സുകാരനെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. കരുപ്പടന്ന നെടുങ്ങാണത്തുകുന്ന് സ്വദേശി ചൂരക്കുട്ട് പറമ്പിൽ ലത്തീഫിന്റെ മകൻ സൽമാനാണ് മരിച്ചത്. കഴിഞ്ഞ രാത്രിയിൽ നെടുങ്ങാണത്തുകുന്ന് വീടിനടുത്തുള്ള പറമ്പിൽ കൂട്ടുകാരുമൊത്ത് കളിച്ചുകൊണ്ടിരുന്ന സൽമാനെ കാണാതാവുകയായിരുന്നു. വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. രാത്രി 12 മണിയോടെ ഇരിങ്ങാലക്കുട പോലീസും സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് പരിസരത്തെ കിണറ്റിൽ വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. അഗ്നിരക്ഷാസേനയെത്തി സൽമാനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. സംസ്ഥാനത്ത് കുതിച്ചുയർന്ന പാചകവാതക വില. ഗാർഹിക സിലിണ്ടറിന് 60 രൂപയാണ് കൂടിയത്. ഇതോടെ കേരളത്തിൽ പുതിയ വില സിലിണ്ടറിന് 922 രൂപയായി. വാണിജ്യ സിലിണ്ടറിന്റെയും വില കൂട്ടിയിട്ടുണ്ട്. 115 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന് കൂട്ടിയത്. പുതുക്കിയ വില ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. അതേസമയം പാചകവാതക ക്ഷാമം ഉണ്ടാകുമെന്ന ആശങ്കകൾ തെറ്റെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിലാണ് വില വർധന. രാജ്യത്ത് പാചകവാതക വില വർധനവിന് പിന്നാലെ സിലിണ്ടർ ബുക്കിംഗിനും കടുത്ത നിയന്ത്രണങ്ങൾ വരുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് ഊർജ്ജ വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സമാണ് പെട്ടെന്നുള്ള ഈ പരിഷ്കാരത്തിന് പിന്നിൽ. 1 സിലിണ്ടർ മാത്രമുള്ളവർക്കും 2 സിലിണ്ടർ ഉള്ളവർക്കും ബുക്കിംഗ് ഇടവേളകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയതായി ഗ്യാസ് ഏജൻസികൾ വ്യക്തമാക്കുന്നു. 1 സിലിണ്ടർ മാത്രമുള്ള ഉപഭോക്താവിന് 21 ദിവസത്തിന് ശേഷമേ ബുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇതുവരെ 17 ദിവസം കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. 2 സിലിണ്ടർ ഉള്ളവർക്ക് ഇനി 30 ദിവസത്തിന് ശേഷമേ ബുക്ക് ചെയ്യാൻ കഴിയൂ. സിലിണ്ടർ വിതരണം പരിമിതപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയതായി ഗ്യാസ് ഏജൻസികൾ പറയുന്നു. കോടാലി മുരിക്കിങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം വർണ്ണാഭമായി. രാവിലെ 4-ന് അഭിഷേകം, നവകം, പഞ്ചഗവ്യപൂരം, എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടായി. രാവിലെ 4-ന് അഭിഷേകം, നവകം, പഞ്ചഗവ്യം, പൂരം എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടായി. മേളത്തിന് പള്ളിപ്പുറം വൈശാഖ് നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് വിവിധ സമാജങ്ങളുടെ നേതൃത്വത്തിൽ കാവടിയാട്ടം നടന്നു. വൈകുന്നേരം നടന്ന കാഴ്ചശീവേലി എഴുന്നള്ളിപ്പിൽ 11 ഗജവീരന്മാർ അണിനിരന്നു. കുട്ടൻകുളങ്ങര അർജുനൻ തിടമ്പേറ്റി. തുടർന്ന് തായമ്പക അരങ്ങേറി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി കുഴിയേലി നഗർണമന നീലകണ്ഠൻ നമ്പൂതിരിയും മേൽശാന്തി ഏറന്നൂർ മന ഹരി നമ്പൂതിരിയും കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര സമിതി പ്രസിഡന്റ് സുമേഷ് മണ്ണാമ്പറമ്പിൽ, സെക്രട്ടറി സുധീഷ് തുമ്പരത്തി, കൃഷ്ണപ്രസാദ് അല്ലിയാങ്കൽ, മകേഷ് മണലായി, ഉല്ലാസൻ ചുനിപ്പറമ്പിൽ തുടങ്ങിയവർ ആഘോഷത്തിന് നേതൃത്വം നൽകി. സംസ്ഥാന ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ തീരദേശ റോഡ് നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച നന്ദിക്കര പള്ളിത്താടം റോഡ് ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്തിലെ ഈ പ്രധാന പാതയുടെ നവീകരണത്തിനായി 50 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. നന്ദിക്കര പള്ളിത്താടം റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായി നിർവഹിച്ചു. തീരദേശ മേഖലയിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് റോഡ് പുനരുദ്ധാരണം പൂർത്തിയാക്കിയത്.
കെ രാമേന്ദ്രൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PD നെൽസൺ, ഗ്രാമപഞ്ചായത്ത് അംഗം രഞ്ജിനി മോഹൻ, മുൻ പ്രസിഡന്റ് EK അനൂപ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പണിയുന്നതിന് വേണ്ടി 7,20,00,000 രൂപയുടെ അനുമതിയായിട്ടുണ്ട്. അത് കുറച്ചും കൂടി പൈസ കൂടുതൽ വേണ്ടി വന്നിട്ടുണ്ട്. അതിന് ASന് വേണ്ടി കൊടുത്തിട്ടാണ് ഇപ്പോൾ കിട്ടും. വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവാവിന്റെ ചികിത്സയ്ക്ക് സഹായം തേടി ഒരു നാട് ഒരുമിക്കുന്നു. പറപ്പൂക്കര തൊട്ടിപ്പാൾ സ്വദേശി പറപ്പുള്ളി ബിജുവിന്റെ മകൻ അനന്തു എന്ന 24-കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സോമനസുകളുടെ സഹായം വേണം. ഫെബ്രുവരി 12-ന് ആറാട്ടുപുഴയിൽ വെച്ചുണ്ടായ അപകടം തകർത്തത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളെയാണ്. സുഹൃത്തിനൊപ്പം അനന്തു സഞ്ചരിച്ച ബൈക്ക് കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. പുറകിലിരുന്ന അനന്തു സമീപത്തെ പാടത്തേക്ക് തെറിച്ചു വീണു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അനന്തുവിനെ ആദ്യം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 6 ദിവസം അവിടെ വെന്റിലേറ്ററിൽ കഴിഞ്ഞ അനന്തുവിനെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് മാറ്റി. ഇതിനകം 4 ലക്ഷം രൂപയോളം തൃശൂരിലെ ആശുപത്രിയിൽ ചിലവിട്ടിരുന്നു. ഇപ്പോൾ ദിനംപ്രതി 1 ലക്ഷം രൂപയോളമാണ് അനന്തുവിന്റെ ചികിത്സാ ചിലവ്. നിർധനരായ അനന്തുവിന്റെ കുടുംബത്തിന് ഈ ഭാരിച്ച ചികിത്സാ ചിലവുകൾ താങ്ങാവുന്നതിലും അപ്പുറമാണ്. എൻ്റെ മകനാണ് 12-ാം തീയതി ആക്സിഡൻറ്റ് പറ്റിയത്. 8:30 അവിടെ ബൈക്കും പോകുമ്പോൾ അത് തല റോട്ടിലടിച്ച് അപ്പുറത്തേക്ക് പാടത്തേക്ക് തെറിച്ചു പോയി. എന്നിട്ട് എലൈറ്റ് ഹോസ്പിറ്റലിൽ 6-7 ദിവസം കിടന്നു. എന്നിട്ട് ഒരു കുറവിലുണ്ടായപ്പോൾ നമുക്ക് പേടിയായി. അപ്പം അങ്ങനെ നമ്മൾ ആസ്റ്റർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് എറണാകുളം. ഇപ്പോൾ എത്ര ദിവസമായിട്ടും ICUലാണ്. അത് കണ്ണും തുറക്കാനില്ല. അങ്ങനെ ചെറിയൊരു അത്രയും ബുദ്ധിമുട്ടുണ്ട്. പറ്റാവുന്ന സഹായം ചെയ്യാം. മോന് ആക്സിഡന്റ് പറ്റിയിട്ട് 12-ാം തീയതി പറ്റിയതാണ്. അപ്പോൾ എലൈറ്റ് ഹോസ്പിറ്റലിൽ പൈസ ഒരുപാട് ചിലവായി. വെന്റിലേറ്ററിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയി. അത്രയും പൈസ ഞങ്ങൾക്കിപ്പോൾ താങ്ങാൻ പറ്റുന്നില്ല. 1 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്നുണ്ട് ഒരു ദിവസം. അച്ഛനും അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അനുജനുമടങ്ങിയ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്നു സ്റ്റീൽ ഫാബ്രിക്കേഷൻ ജോലി ചെയ്തിരുന്ന അനന്തു. അനന്തുവിനെ വിദഗ്ധ ചികിത്സ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഇനിയും ലക്ഷങ്ങൾ വേണം. ഈ കുടുംബത്തിന്റെ നിസ്സഹായാവസ്ഥയിൽ ഒരു നാട് ഒരുമിക്കുകയാണ്. അനന്തുവിന്റെ ചികിത്സയ്ക്കായി പണം സ്വരൂപിക്കുന്നതിന് കെ രാമചന്ദ്രൻ MLAയും പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രനും രക്ഷാധികാരികളായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ താമസിക്കുന്ന 19-ാം വാർഡിലുള്ള പാറപ്പള്ളി ബിജു മകൻ അനന്തു വലിയ വാഹനാപകടത്തെ തുടർന്ന് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആസ്പത്രിയിൽ ചികിത്സയിലാണ്. വളരെ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന അനന്തു ഇന്ന് ഒരു കുടുംബത്തിൻ്റെ ആശ്രമമായ അനന്തുവിന് ചികിത്സയ്ക്കായി ഒരുപാട് പണം ആവശ്യമായി വന്നിട്ടുണ്ട്. അതിനായി അനന്തുവിൻ്റെ ചികിത്സയ്ക്കായി നമ്മളൊരു ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ സമിതിയിൽ MLA അടക്കം കെ രാമേന്ദ്രൻ MLA അടക്കമുള്ള ആളുകളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നമ്മൾ കഴിയാവുന്ന സഹായം ആ കുടുംബത്തിന് ചെയ്തുകൊണ്ട് അനന്തുവിനെ പഴയ നിലയിലേക്ക് കൊണ്ടുവരാനായിട്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. സഹായങ്ങൾ എത്ര ചെറുതാണെങ്കിലും നാട് കൈകോർത്ത് ഒരുമിച്ച് നിന്നാൽ ഈ യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇവർ. അനന്തു എൻ്റെ വാർഡിൽ താമസക്കാരനാണ്. 3 ആഴ്ചകളായി അവന് ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നു. കുറച്ച് സീരിയസ് ആണുള്ള കാര്യങ്ങൾ. വലിയൊരു എമൗണ്ട് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. അതിനൊരു സഹായങ്ങളും കാര്യങ്ങളും വേണം. അവൻ്റെ കുടുംബം പാവപ്പെട്ട ഒരു കുടുംബമാണ്. കുടുംബത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അവനും അവൻ്റെ അച്ഛനും കൂടിയാണ് കുടുംബം നോക്കി നടന്നിരുന്നത്. അവൻ്റെ കാര്യങ്ങൾക്ക് ഭയങ്കര വികാരമായിട്ടുള്ള കാര്യങ്ങൾ. അനന്തുവിന് വേണ്ടിയിട്ട് ഒരു ചികിത്സാ സഹായ നിധി തുടങ്ങിയിട്ടുണ്ട്. അതിന് എല്ലാവരുടെ സഹായങ്ങളും അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും അതിന് ഉദാരമായിട്ട് സംഭാവന ചെയ്ത് അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. 12/2/2026 പറപ്പുള്ളി ബിജു മകൻ അനന്തു ഒരു വാഹനാപകടത്തിൽപ്പെട്ട് ഗുരുതരമായ തലയ്ക്ക് പരിക്കേറ്റ് എലൈറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അഡ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ആയിരുന്നു. അവർ 7 ദിവസത്തിന് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയി. വളരെ നിർധനരായ കുടുംബമാണ് അനന്തുവിന്റെ ഒരു വരുമാനം കൊണ്ടും മാത്രം കുടുംബം കഴിഞ്ഞു പോയിരുന്ന ഒരു കുടുംബമായിരുന്നു അവരുടേത്.
അനന്തുവിന് കേവലം 24 വയസ്സ് മാത്രം പ്രായമുള്ളൂ. ഒരു ദിവസം 1 ലക്ഷത്തിലധികം രൂപ പ്രതിദിനം ചെലവ് വരുന്നുണ്ട്. ഭീമമായ ചെലവാണ് അവർ ഡോക്ടേഴ്സ് പറഞ്ഞു വരുന്നത്. ഇപ്പൊ തന്നെ അവിടെ നല്ലൊരു തുക അടയ്ക്കാനുണ്ട്. അവരോട് ആ തുക എത്രയും പെട്ടെന്ന് അടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ സമ്മർദ്ദത്തിലും കൂടിയാണ് മാതാപിതാക്കളും അവരുടെ വീട്ടുകാരെന്ന് വെച്ചാൽ അസുഖബാധിതരാണ്. അവർക്ക് ജോലിക്ക് പോകാനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. 24 വയസ്സ് പ്രായമുള്ള നമ്മുടെ കൊച്ചനജനായിട്ടുള്ള അനന്തുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. കരുണയുള്ളവരെ നിങ്ങൾ ഓരോരുത്തരും അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ട് അനന്തുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് ഒരു അപേക്ഷയാണ് സഹായിക്കുന്നത്. സുമനസ്സുകൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൊറവ് ബ്രാഞ്ചിൽ അനന്തു ചികിത്സാ സഹായ സമിതിയുടെ 44954908 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. IFSC SBIN 000867 അല്ലെങ്കിൽ 8301827764 9656356263 എന്നീ നമ്പറുകളിലേക്ക് GPay വഴിയും സഹായങ്ങൾ അയക്കാം. പറപ്പൂക്കര പഞ്ചായത്ത് തൊട്ടിപ്പാളിൽ പറപ്പുള്ളി ബിജുവിന്റെ മകൻ അനന്തു എന്ന 24-കാരൻ വാഹനാപകടത്തെ തുടർന്നുണ്ടായ പരിക്കേറ്റ് തലയിൽ ഗുരുതരമായ പരിക്കേറ്റ് ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. ഭീമമായ ചികിത്സാ ചിലവ് ഈ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അനന്തുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അതിനായി കാരുണ്യത്തിന്റെ കരങ്ങൾ കോർക്കാം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പുതുക്കാട് SN ഇംഗ്ലീഷ് മീഡിയം പ്രീ സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഡെൽന ജോബി, ഡോക്ടർ സൈന ജേക്കബ്, ഡോക്ടർ ഗായത്രി ജയമോഹൻ, നൃത്ത അധ്യാപിക രമ്യ ഹരിഹരൻ എന്നിവരെ MLA പുരസ്കാരം നൽകി ആദരിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KJ ജോജു, സ്കൂൾ ഡയറക്ടർ PR വിജയകുമാർ, വാർഡ് മെമ്പർമാരായ ജോളി ചുക്കിരി, അധ്യാപിക സൗമ്യ, PV ശരത്, വൈസ്മെൻ ഇന്റർനാഷണൽ തൃശൂർ ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ട് ബെന്നി വടക്കൻ, സ്കൂൾ PTA പ്രസിഡന്റ് പ്രദീപ്, MPTA പ്രസിഡന്റ് M ഗോപികൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ജോയിന്റ് കൗൺസിൽ ജില്ലാ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. യുവ എഴുത്തുകാരിയും അധ്യാപികയുമായ ഡോക്ടർ KS ഇന്ദുലേഖ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കവിത P വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഫാർമസിയിൽ ഡോക്ടറേറ്റ് നേടിയ അഞ്ജലിയെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന വനിതാ കമ്മിറ്റി സെക്രട്ടറി VJ മെർലി, സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം EG റാണി, ജില്ലാ സെക്രട്ടറി PN നിത, വൈസ് പ്രസിഡന്റ് PC സവിത, ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് സുഷീർ, ജില്ലാ സെക്രട്ടറി ധനുഷ്, സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം TG വിജിമോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജോയിന്റ് കൗൺസിൽ ജില്ലാ സമ്മേളനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് P ധനുഷ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KP ഗോപകുമാർ, വൈസ് ചെയർമാൻമാരായ PV ഹാപ്പി, R രമേഷ് കുമാർ, VC ജയപ്രകാശ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ R ഹരീഷ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം AM നൌഷാദ്, വനിതാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി PN നിത, ജില്ലാ പ്രസിഡന്റ് P അരുണ, ജില്ലാ വൈസ് പ്രസിഡന്റ് VH ബാലമുരളി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി EK സുഷീർ, ജില്ലാ ഭാരവാഹികളായ CV ശ്രീനിവാസൻ, MK ഷാജി, TV ഗോപകുമാർ, TG വിജിമോൾ, സുബിൻ തോപ്പിൽ എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ആശുപത്രി വികസന സൊസൈറ്റി ജീവനക്കാർ, RSBIY ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് പ്രതിമാസം ഒരു കാഷ്വൽ ലീവും അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ കോമ്പൻസേഷൻ ലീവും അനുവദിക്കാൻ ആശുപത്രി അധികാരികൾ തയ്യാറാകണമെന്ന് KN നാരായണൻ വനിതാ ജീവനക്കാർക്ക് ശമ്പളത്തോടുകൂടിയ പ്രസവാവധികൾ അനുവദിക്കാൻ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS എംപ്ലോയീസ് കോൺഗ്രസ് യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു യൂണിയൻ പ്രസിഡന്റ് കൂടിയായ KN നാരായണൻ. യൂണിയൻ സെക്രട്ടറി CD വത്സ അധ്യക്ഷത വഹിച്ചു. K രോഹിണി, EB സ്മിത, ഷീല യേശുദാസ്, സുഷിത കൃഷ്ണകുമാർ, ആൻസി ജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഓൾ കേരള ഇന്റർ കോളേജിയേറ്റ് ആൺകുട്ടികളുടെ ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ ജേതാക്കളായി കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ടീം. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ
ഫാദർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി, കായിക വകുപ്പ് മേധാവി ഡോക്ടർ പോൾ ചാക്കോ, പരിശീലകൻ സോനു ജെയ്സൺ എന്നിവർ ടീമിനെ അനുമോദിച്ചു. യോഗക്ഷേമ സഭ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഹിരൺമയം 2026 ഭാഗമായി ജില്ലാ വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിക്കുന്നു. ദ്യുതി 2026 എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി മാർച്ച് 8 ഞായറാഴ്ച പാലിയക്കര ശ്രീ ഭദ്ര ഹാളിൽ വെച്ച് നടക്കും. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങുകൾ വൈകുന്നേരം 4 മണി വരെ നീണ്ടു നിൽക്കും. സതി പ്രേംജി ഉദ്ഘാടനം നിർവഹിക്കും. തൃശൂർ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ രേഷ്മ റോമിയോ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. വനിതകൾക്കായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസുകളും ആദരിക്കൽ ചടങ്ങുകളും പരിപാടിയുടെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട്. നന്ദിക്കര NSS കരയോഗവും അഹല്യ ഐ ഹോസ്പിറ്റലും സംയുക്തമായി ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ നന്ദിക്കര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപമുള്ള NSS കരയോഗം മന്ദിരത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി 9847770563 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 19ാം വാർഡ് കാവനാട് ഗ്രാമവികസന സമിതിയുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. മാർച്ച് 8 ഞായറാഴ്ച രാവിലെ 10:30 കാവനാട് ഗ്രാമമന്ദിരത്തിൽ വെച്ചാണ് ചടങ്ങുകൾ നടക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിലൂടെയുള്ള നാടിന്റെ വികസനം ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ നാടിന്റെ വികസനത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്ന വിഷയത്തിൽ ചർച്ചയും നടക്കും. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സൺ വൃന്ദ ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് അംഗം KR ശശികുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ പ്രധാന അധ്യാപിക M മഞ്ജുള മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർച്ചയായ ഇടിവിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധന. ഗ്രാമിന് 230 രൂപ വർദ്ധിച്ച് 15,000 രൂപയും പവന് 1,840 രൂപ വർദ്ധിച്ച് 1,20,000 രൂപയുമായി. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് 2% വർദ്ധിച്ചതോടെയാണ് കേരളത്തിലും വില കൂടിയത്. മാർച്ച് മാസത്തിന്റെ തുടക്കത്തിൽ പവന് 1,26,920 രൂപയായിരുന്നു വില. ഇത് തന്നെയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കും. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്വർണ്ണവില പവന് 1,18,160 രൂപയിലെത്തിയെങ്കിലും ശനിയാഴ്ച വില കൂടുകയായിരുന്നു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് പൊതുവെ ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മാറി മാറി വരുന്ന മഴയ്ക്കും കനത്ത ചൂടിനും പിന്നാലെ കേരളത്തിന് ഇടിമിന്നലിന് സാധ്യതയെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഇനി കാണാം ഇൻഫോടോക്ക്. ഓട്സിൽ ധാരാളം ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റായും രാത്രി ഭക്ഷണമായും കഴിക്കാൻ സാധിക്കും. ഓട്സ് കഴിക്കുന്നതിന്റെ പ്രധാന ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഫോടോക്ക്. ഓട്സിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് കൂടുതൽ ഊർജം ലഭിക്കാനും വയറ് നിറയാനും സഹായിക്കുന്നു. ഓട്സിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് വയറ് നിറയാനും വിശപ്പ് കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ഓട്സ് കഴിക്കുന്നത് നല്ലതാണ്. ഓട്സിൽ ധാരാളം വിറ്റാമിനുകളും ഫൈബറും അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഉയർന്ന അളവിൽ അയണും മഗ്നീഷ്യവും ഇതിലുണ്ട്. ഓട്സിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകളും ഫൈബറും ഉള്ളതുകൊണ്ട് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഇതിന് സാധിക്കും. കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും മലബന്ധം തടയുന്നതിനും ഓട്സ് കഴിക്കുന്നത് നല്ലതാണ്. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഗ്രേഡ് 2 അല്ലെങ്കിൽ മൾട്ടി പർപ്പസ് വർക്കർ, ഡയാലിസിസ് ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ മാർച്ച് 9 രാവിലെ 11:30 വാക്കിൻ ഇന്റർവ്യൂ നടക്കും. ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നവർ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും കൊണ്ടുവരണം. കൂടുതൽ വിവരങ്ങൾക്ക് 048027512232 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മാർച്ച് മാസത്തിലെ എല്ലാ അവധി ദിവസങ്ങളിലും പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നികുതി അടയ്ക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില
സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 15,000 രൂപയും പവന് 1,20,000 രൂപയും രേഖപ്പെടുത്തി. പറപ്പൂക്കര മുത്രത്തിക്കര മങ്കിടിയൻ ജോയ് അന്തരിച്ചു. 54 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജാൻസിയാണ് ഭാര്യ. മകൻ ആൽബിൻ. മുപ്ലിയം വെള്ളാരമ്പാടം പാലത്തിങ്കൽ തങ്ക അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ കുഞ്ഞിച്ചെറിയാനാണ് ഭർത്താവ്. ശാന്ത, ശോഭന, ഗീത, ബാബു, അശ്വതി, മുകുന്ദൻ, പുഷ്പാകരൻ എന്നിവർ മക്കളും. രാമൻ, ചന്ദ്രൻ, വേലായുധൻ, വിമല, സുന്ദരൻ, സിന്ധു, അഷിത എന്നിവർ മരുമക്കളുമാണ്. പറപ്പൂക്കര മുണ്ടക്കൽ ചേന്നൻകുട്ടി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് വീട്ടുവളപ്പിൽ. ഓമനയാണ് ഭാര്യ. രാകേഷ്, ജയേഷ് എന്നിവർ മക്കളും. സബിത, മിനു എന്നിവർ മരുമക്കളുമാണ്. മാന്നാമംഗലം താഴത്തേടത്ത് പരേതനായ ജോസ് ഭാര്യ ലീലാമ്മ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മിനി, ലിജോ എന്നിവർ മക്കളും. വർഗീസ്, റിയ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരിങ്ങാലക്കുടയിൽ 10 വയസ്സുകാരനെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. കുതിച്ചുയർന്ന് പാചകവാതക വില. ഗാർഹിക സിലിണ്ടറിന് 60 രൂപ കൂടി. കോടാലി മുരിക്കിങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം വർണ്ണാഭമായി. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ജോയിന്റ് കൗൺസിൽ ജില്ലാ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. തുടർച്ചയായ ഇടിവിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധന. ഗ്രാമിന് 15,000 രൂപയായി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.